ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ ഒരിക്കലും സ്വതന്ത്രരല്ല. നമ്മുടെ ലോകത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. റൂസോ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വതന്ത്രനായി ജനിച്ചു വീഴുന്ന മനുഷ്യൻ എല്ലായിടത്തും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഈ നിയമങ്ങളും റെസ്ട്രിക്ഷൻസും കൺട്രോൾസും എല്ലാം മറികടന്ന് നമ്മുടെ ആ ഒരു ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ അതൊരു ചരിത്രമായിരിക്കും. അങ്ങനെയുള്ളൊരു ചരിത്രമാണ് മക്ലാരൻ F1 എന്ന് പറയുന്നത്. ആ വണ്ടി ഇറങ്ങിയതിന് മുമ്പും ആ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞും അതേപോലൊരു വണ്ടി വന്നിട്ടില്ല. ഇനി ഒരിക്കലും ഇതേപോലൊരു മാസ്റ്റർ പീസ് ഉണ്ടാകത്തുമില്ല. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കാർ ഏതാണ്, ഏറ്റവും ഗ്രേറ്റസ്റ്റ് ലെജൻഡറി വണ്ടി എന്ന് ചോദിക്കണമെങ്കിൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് മക്ലാരൻ F1 ആണ്. ഈ വണ്ടി ഇറങ്ങിയിട്ട് 30 വർഷത്തിന് മേലെ ആയെങ്കിലും വണ്ടികളെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളുടെ നമ്മൾ ഈ വണ്ടി പുതിയ വണ്ടിയാണ് ഇറങ്ങിയിട്ട് കുറച്ച് നാളെ ആളെന്ന് പറയണമെങ്കിൽ അവർ വിശ്വസിക്കും. കാരണം അത്രയ്ക്ക് ഫ്യൂച്ചറിസ്റ്റിക്കായാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. എത്ര കാലം കഴിഞ്ഞാലും ഈ ഡിസൈൻ്റെ ആ ഒരു പുതുമയും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇനിയിപ്പം ഈ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ സ്പോർട്സ് കാർ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ഓടിക്കാൻ പറ്റത്തില്ല. കാരണം സസ്പെൻഷനൊക്കെ ഭയങ്കര സ്റ്റിഫാണ്, ഒട്ടും കംഫോർട്ടില്ല, വണ്ടിയിലിരിക്കാൻ വലിയ സുഖമൊന്നുമില്ല. നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് പ്രഷറിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സാധനങ്ങളാണ്. റിലയബിലിറ്റി ആണെങ്കിൽ ഭയങ്കര പിന്നിലായിരിക്കും. നമുക്കത് കൊണ്ടുനടക്കാൻ തന്നെ എപ്പോഴും നമുക്ക് മെക്കാനിക്കുകളൊക്കെ കൂടെ വേണം. അങ്ങനെയായിരുന്നു എല്ലാവരും സ്പോർട്സ് കാർ അല്ലെങ്കിൽ സൂപ്പർ കാറുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് അതെല്ലാം മാറ്റി റിലയബിളായ, കംഫർട്ടബിളായ, പയ്യെ പോകാം, സ്പീഡിൽ പോകാം, അങ്ങനെ നമുക്കൊരു സാധാരണ കാർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്പോർട്സ് കാറിനെയും യൂസ് ചെയ്യുന്ന ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു വണ്ടിയായിരുന്നു മക്ലാരൻ F1. ഈ വണ്ടി ഉണ്ടാക്കാൻ ടൈമിൽ ആ ഒരു പിന്നാമ്പറ നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ഫെറാറി, ലോട്ടസ്, മക്ലാരൻ ഇതേപോലത്തെ കമ്പനികളൊക്കെ F1 ഭയങ്കര വിജയങ്ങളെ കൈവച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഫെറാറി, ലോട്ടസൊക്കെ നോക്കിയാണെങ്കിൽ അവർക്ക് റോഡ് കാറൊക്കെ ഉണ്ട്. റോഡ് കാറുകളിലും അവർ അത്യാവശ്യം സക്സസ്ഫുള്ളാണ്. ഫെറാറി, ലോട്ടസിൻ്റെ കാറുകൾക്ക് നല്ലപോലെ ഡിമാൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മക്ലാരൻ നോക്കിയപ്പം അവർക്ക് F1 ഒരുപാട് വിജയമുണ്ട്, പക്ഷേ അവർക്ക് നല്ലൊരു റോഡ് കാർ ഇല്ല. അങ്ങനെ അവരുടെ ആദ്യത്തെ റോഡ് കാർ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയ ആകട്ടെ ഗോർഡൻ മുറി എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനെയാണ്. ഗോർഡൻ മുറി നിസാരക്കാരൊന്നുമല്ല. മക്ലാരൻ F1 എന്ന് പറഞ്ഞ കാർ ഉണ്ടാക്കിയതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റിയത് ഈ പുള്ളിക്കാരാണ്. പുള്ളിയുടെ ടീനേജ് ടൈമിൽ പുള്ളി വീടിൻ്റെ ബാക്ക് യാർഡിയിട്ട് സ്വന്തമായിട്ട് ഒരു റേസിംഗ് കാർ ഉണ്ടാക്കിയ ആളാണ്. അതും പുള്ളി അന്ന് ആ കാറിൽ യൂസ് ചെയ്ത സസ്പെൻഷൻ ടെക്നോളജിയൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ F1 കാറുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അത്രയും ഗ്രേറ്റ് ആയ ഒരു മനുഷ്യനാണ് ഈ ഗോർഡൻ മുറി എന്ന് പറഞ്ഞത്. അപ്പം പുള്ളിയോട് മക്ലാരൻ ഇങ്ങനെ ഒരു കാർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ആ ഒരു എയിം നോക്കുകയാണെങ്കിൽ ഈ കാർ കൊണ്ട് സ്പീഡ് റെക്കോർഡ് ഇടുകയോ അല്ലെങ്കിൽ 0 to 100 അച്ചീവ് ചെയ്യുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാറോ അങ്ങനെയൊന്നുമല്ല പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് റോഡ് കാർ ഉണ്ടാക്കുമെന്നാണ്. അതായത് ഈ കാർ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റണം, ട്രാക്കിൽ കൊണ്ടുപോയി നല്ല കൺട്രോൾ ഉണ്ടാകണം. ഇനി നമുക്ക് പയ്യെ ഓടിക്കണമെങ്കിൽ പയ്യെ ഓടിച്ചു പോകാനും പറ്റണം. ഇതിന് നല്ല കംഫോർട്ട് ഉണ്ടാകണം. ഇതിൽ അത്യാവശ്യം ഒരു ഡ്രൈവർക്കും കൂടെ 2 പേർക്കും ഇരിക്കാൻ പറ്റണം. അതേപോലെ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇതിൽ വയ്ക്കാൻ പറ്റണം. പിന്നെ ഇത് നല്ലപോലെ തന്നെ എഫിഷ്യൻ്റായ, നല്ലപോലെ തന്നെ റിലയബിളായ ഒരു എഞ്ചിനായിരിക്കണം ഇതിലുണ്ടാകേണ്ടത്. അതായത് ഇതുവരെ കണ്ട ഒരു സൂപ്പർ കാർ പോലെ ആയിരിക്കരുത് ഇത്. ഇനി ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട്. അതായത് ആ ഒരു 1000 കിലോഗ്രാം റേഞ്ചിലായിരിക്കണം ഇതിൻ്റെ വെയിറ്റ് വരേണ്ടത്. പിന്നെ 1.8 മീറ്റേഴ്സ് മാത്രമേ ഇതിന് വിട്ട് ഉണ്ടാകാൻ പാടുള്ളൂ. പിന്നെ ഇത് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയ ഒരു കാറായിരിക്കണം. അതായത് ഇതിൻ്റെ എൻജിൻ വരേണ്ടത് ആ 2 വീലുകൾക്കും ഇടയിലായിട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ കാർ നമ്മുടെ ആൽഫ റോമിയോയുടെ 33 സ്റ്റഡയിലേക്കാളും ബ്യൂട്ടിഫുൾ ആയിരിക്കണം. അതേപോലെ തന്നെ പോർഷെ 959 ഇത് ഫാസ്റ്റർ ആയിരിക്കണം. ഇത് തീർന്നില്ലേ? പിന്നെ പുള്ളിയുടെ ശരിക്കുള്ള ഒരു ഇൻസ്പിറേഷൻ വന്നേക്കുന്നത് ഹോണ്ടയുടെ NSX നിന്നാണ്. കാരണം ആ ടൈമിലുള്ള ബാക്കിയുള്ള സൂപ്പർ കാറുകളൊക്കെ നോക്കുകയാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് ഡെയിലി ഡ്രൈവിനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ഒട്ടും റിലയബിൾ ഒന്നുമില്ല. പിന്നെ എഞ്ചിനൊന്നും അത്രയ്ക്ക് സ്മൂത്ത് ഒന്നും ആയിരുന്നില്ല. നമുക്ക് ആ ഒരു പെർഫോമൻസ് എൻജോയ് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനൊക്കെ നേരെ വിപരീതമായിരുന്നു NSX എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡെയിലി ഓടിക്കാൻ പറ്റും, നല്ല റിലയബിളായ എഞ്ചിനാണ്, നല്ല സ്മൂത്താണ്. അതിന് അത്യാവശ്യം സ്പീഡും ആ ഒരു പവറൊന്നും ഇല്ലെങ്കിലും അത് ഓടിക്കാൻ നല്ല ഫണ്ണായിരുന്നു. അപ്പം അതായിരുന്നു പുള്ളിയുടെ ആ ഒരു അൾട്ടിമേറ്റ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ആ ഡിസൈനൊക്കെ പുള്ളി നല്ലപോലെ തന്നെ ഇൻസ്പയർ ആക്കിയാണ് F1 ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കാർ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ ആ ടീമിൻ്റെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ഗോർഡൻ മുറി തന്നെയാണ്. കാരണം പുള്ളി ഒന്നിലും ഒരു കോംപ്രമൈസും വരുത്തരുതെന്ന് പറഞ്ഞ വണ്ടി ഉണ്ടാക്കുന്നത്. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലും പുള്ളി ചെയ്തില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. അതായത് പുള്ളി പറയുന്നത് വണ്ടിയുടെ ആ ഒരു ശരിക്കുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഡ്രൈവർ മിഡിലിരിക്കണമെന്നാണ്. അതിനുവേണ്ടി അവർ ഈ വണ്ടിയുടെ ഡ്രൈവർ സീറ്റ് മിഡിലാക്കി അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പാസഞ്ചേഴ്സിന് വേണ്ടി 2 സീറ്റുണ്ട്. ഇതിനു വേണ്ടി അവർ UK നിയമങ്ങളിൽ തന്നെ കുറേ അഴിച്ചുപണിയൊക്കെ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ശരിക്കുള്ള ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ വണ്ടിയിൽ ഒരു ഇലക്ട്രോണിക്സും പാടില്ലെന്നാണ് പുള്ളി പറയുന്നത്. അതായത് ABS പാടില്ല, ട്രാക്ഷൻ കൺട്രോൾ പാടില്ല, പവർ സ്റ്റിയറിംഗ് പോലും പാടില്ലെന്നാണ് പുള്ളി പറയുന്നത്. ഇത്രയും പവറുള്ള ഒരു ഹൈപ്പർ കാറിൽ പവർ സ്റ്റിയറിംഗ് പോലും വയ്ക്കാൻ പുള്ളി സമ്മതിച്ചില്ല. അങ്ങനെ ഒരു വണ്ടിയുടെ ആ ഒരു ചാസിയുടെ വർക്കൊക്കെ ഏതാണ്ട് ഫിനിഷ് ചെയ്തു. ചാസി ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ കാർബൺ ഫൈബർ, ടൈറ്റാനിയം, പിന്നെ ആ ഒരു
ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന ഗോൾഡ് കൊണ്ടാണ്. അങ്ങനെ കാശിനൊന്നും ഒരു പഞ്ഞവുമില്ല, ഒന്നിലും ഒരു കോംപ്രമൈസ് പറ്റത്തുന്ന ഗോർഡൻ മുറി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ എഞ്ചിനീയേഴ്സൊന്നും ഒന്നും നോക്കിയില്ല, ഏറ്റവും എക്സ്പെൻസീവായ, ഏറ്റവും ലൈറ്റായ, ഏറ്റവും റിജിഡായ മെറ്റീരിയൽസ് കൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അവർക്ക് വേണ്ടത് ഒരു പെർഫെക്റ്റായ എഞ്ചിനാണ്. പെർഫെക്റ്റ് കാറിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പെർഫെക്റ്റായ എഞ്ചിനും അവർക്ക് വേണമായിരുന്നു. ഈ എഞ്ചിൻ്റെ കാര്യത്തിലും ഗോർഡൻ മുറിക്ക് ഒരുപാട് നിബന്ധനകളുണ്ടായിരുന്നു. അതായത് ഈ എഞ്ചിൻ്റെ കപ്പാസിറ്റി 5.5 ലിറ്ററിൽ കൂടാൻ പാടില്ല. ഇതിന് 12 സിലിണ്ടർ ഉണ്ടായിരിക്കണം. ഓരോ ലിറ്ററിലും ഇത് 100 PS വെച്ച് പവർ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ മിനിമം 550 HP എങ്കിലും ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. അതും 7500 RPM വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ വെയിറ്റ് 250 കിലോയിൽ കൂടാൻ പാടില്ല. പിന്നെ ഇത് നല്ലപോലെ റിലയബിൾ ആയിരിക്കണം. അതായത് നല്ലപോലെ തന്നെ ലോങ് ആയിട്ടുള്ള സർവീസ് ഇൻ്റർവെല്ലൊക്കെ ഈ ഒരു എഞ്ചിൻ ഉണ്ടായിരിക്കണം. പിന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു ഭാഗമായിരിക്കണം എഞ്ചിൻ. അതായത് വണ്ടിക്ക് സ്ട്രക്ചറലി ഈ ഒരു എഞ്ചിൻ കുറച്ച് ബലം കൂടെ കൊടുക്കണം. അങ്ങനത്തെ ഒരു ഡിസൈനുള്ള എഞ്ചിനാണ് പുള്ളിക്ക് വേണ്ടത്. സമയം 90കളാണ്. ആ സമയത്ത് ഇങ്ങനൊരു എഞ്ചിൻ ആരുടെയും കയ്യിലില്ലായിരുന്നു. പിന്നെ ഇതൊന്നും പോരാനായിട്ട് 550 HP പവറുള്ള ഒരു ടർബോ എഞ്ചിനല്ല ഗോർഡന് വേണ്ടത്. ഗോർഡന് വേണ്ടത് 550 HP പവറുള്ള നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഗോർഡൻ മുറി പറയുന്നത് ഇത്രയും പവറുള്ള ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ശരിക്കും കിട്ടത്തുള്ളൂ എന്നാണ്. ടർബോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഫീല് കിട്ടത്തില്ലെന്നാണ് പുള്ളി പറയുന്നത്. ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി പുള്ളി എന്തും ത്യാഗം ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെ ഇവർ ഈ ഒരു എഞ്ചിന് വേണ്ടി ആദ്യമേ പോയത് ഹോണ്ടയുടെ അടുത്താണ്. അപ്പോൾ ഹോണ്ട പറഞ്ഞു, ഞങ്ങൾ ഇത്രയും വലിയ എഞ്ചിനൊന്നും ഉണ്ടാക്കാറില്ല, ഞങ്ങളുടെ എഞ്ചിനൊക്കെ ചെറിയ എഞ്ചിനാണ്, V6 എഞ്ചിനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്ന 12 സിലിണ്ടർ എഞ്ചിനൊന്നും ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് ഹോണ്ട പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ നേരെ 12 സിലിണ്ടർ എഞ്ചിൻ ഉണ്ടാക്കുന്നതിൽ ആധികാരായ ഫെറാറിയിലേക്ക് പോയി. അപ്പോൾ ഫെറാറി പറഞ്ഞു, ഇങ്ങനെ 12 സിലിണ്ടർ എഞ്ചിൻ ഉണ്ടാക്കി തരാം, പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ അത്ര റിലയബിൾ ആയിരിക്കില്ല, ചിലപ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരും പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ബ്രാൻഡ് ഒരിക്കലും ഗോർഡൻ മുറി പോകുന്നുണ്ട്. അത് ഇസൂസു ആണ്. കാരണം ഇസൂസിൻ്റെ കയ്യിൽ ആ ടൈമിൽ ഒരു 3.5 ലിറ്റർ V12 എഞ്ചിൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് P799W എന്നാണ്. ഇതൊരു പെർഫെക്റ്റ് എഞ്ചിനായിരുന്നു. അത്യാവശ്യം ഇവർ പറഞ്ഞ പോലെയൊക്കെയായിരുന്നു ഈ എഞ്ചിൻ ഉണ്ടാക്കി വെച്ചിരുന്നത്. പക്ഷേ അവർ ഇസൂസുവിൻ്റെ എഞ്ചിനും വേണ്ടെന്ന് വെച്ചു. കാരണം ഇസൂസു ആ ഒരു V12 എഞ്ചിനൊക്കെ ഉണ്ടാക്കി തുടങ്ങിയതേ ഉള്ളൂ. അവർ ജസ്റ്റ് ബിഗിനേഴ്സാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ഇസൂസുവിൻ്റെ എഞ്ചിനും വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇനി ഇതേപോലത്തെ എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരേ ഒരു ബ്രാൻഡേ ഉള്ളൂ, അത് BMW ആണ്. BMW-ലാണെങ്കിൽ നമ്മുടെ ഗോർഡൻ മുറിയുടെ ഒരു ഫ്രണ്ട് കൂടെയുണ്ട്, പോൾ റോഷ് എന്ന് പറഞ്ഞ്. അപ്പോൾ പോൾ റോഷിൻ്റെ ഇടയ്ക്ക് പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം പോൾ റോഷ് പറഞ്ഞു, അതിലെന്താ ഞങ്ങൾ ഇങ്ങനത്തെ എഞ്ചിൻ ഉണ്ടാക്കി തരും, BMW മക്ലാരൻ F1 വേണ്ടി എഞ്ചിൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എഞ്ചിൻ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ ഇവർ ഈ ഒരു എഞ്ചിൻ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഗോർഡൻ മുറി പറഞ്ഞ പോലെ ഒന്നും ആയിരുന്നില്ല, ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ പറ്റി. പക്ഷേ അതൊരു പെർഫെക്റ്റ് മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം ഇവർ ഈ എഞ്ചിൻ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഇതൊരു മാരക പെർഫോമൻസ് മെഷീനായി. അതായത് ഈ എഞ്ചിൻ്റെ പേര് S70/12 എന്നാണ്. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 6.1 ലിറ്റർ V12 എഞ്ചിനാണ്. ഗോർഡൻ മുറി പറഞ്ഞത് 5.5 ലിറ്റർ ആയിരുന്നു, പക്ഷേ ഇത് 6.1 ലിറ്റർ ഉണ്ട്. ഗോർഡൻ മുറി പറഞ്ഞത് 550 HP ആയിരുന്നു, പക്ഷേ ഈ എഞ്ചിൻ 627 HP ഉണ്ടാക്കും. അതായത് ഗോർഡൻ മുറി പറഞ്ഞ കണക്കിനേക്കാളും കൂടുതൽ പവറാണ് ഇത് ഉണ്ടാക്കുന്നത്. 1 ലിറ്ററിൽ 100 HP എന്നതിനേക്കാളും മേലെയാണ് ഈ ഒരു എഞ്ചിൻ പവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതും ഇതൊരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ടർബോ ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് ഇത്രയും പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ BMW ഉണ്ടാക്കിയ എഞ്ചിൻ തന്നെ ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ്. ഈ എഞ്ചിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ള് അലൂമിനിയം ബ്ലോക്കിലാണ്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അലൂമിനിയം ബ്ലോക്കിലാണ് ഈ എഞ്ചിൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ സിലിണ്ടറിനും വേണ്ടി പ്രത്യേകം വാട്ടർ പമ്പ് ഇതിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡ്രൈ സം ലൂബ്രിക്കേഷനാണ് ഇതിന് കൊടുത്തിരുന്നത്. പിന്നെ അത് വാനോസ് എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അതായത് നമ്മുടെ ഹോണ്ടയുടെ VTEC ഉണ്ട്. ഹോണ്ടയുടെ VTEC പോലെ BMW ടെക്നോളജിയാണ് വാനോസ് എന്ന് പറയുന്നത്. അതായത് നല്ലപോലെ എഫിഷ്യൻസിയും കാല് കൊടുക്കുമ്പോൾ നല്ല പവറും കിട്ടാൻ വേണ്ടിയാണ് വാനോസ് അവർ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരിക്കലും കംപ്ലൈൻ്റ് ആകാത്ത ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയാൻ പറ്റിയ തരത്തിലുള്ള ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എഞ്ചിന് അവർ കൊടുത്തിരുന്നത്. ഇതിൻ്റെ എഞ്ചിൻ്റെ ഇൻസുലേഷൻ കൊടുത്തത് ഗോൾഡ് വെച്ചാണ്. കാരണം ഗോൾഡ് വെയിറ്റും കുറവാണ്, അതേപോലെ ഹീറ്റിനെ നല്ലപോലെ തന്നെ ഇൻസുലേറ്റും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഐക്കോണിൽ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ കൊണ്ടാണ്. ഈ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ റോക്കറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. റോക്കറ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു ഹൈ ടെമ്പറേച്ചറും അതേപോലെ ഹൈ പ്രഷറൊക്കെ താങ്ങാൻ വേണ്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. നല്ലപോലെ ഡ്യൂറബിളാണ്, നല്ലപോലെ ഹീറ്റും പ്രഷറൊക്കെ ഇത് താങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് ഐക്കോണിൽ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വെച്ച് ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നല്ലപോലെ റിജിഡായ ഒരു എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിൻ ഫ്രെയിമിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഈ ഒരു എഞ്ചിൻ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് BMW-ന് ഗോർഡൻ മുറി പറഞ്ഞ ഒരു കാര്യം പാലിക്കാൻ പറ്റിയില്ല, അത് ഇതിൻ്റെ വെയിറ്റ് ആണ്. ഗോർഡൻ മുറി പറഞ്ഞതിനേക്കാളും ഏകദേശം 70 കിലോയോളം ഈ ഒരു എഞ്ചിന് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഗോർഡൻ മുറി വളരെ സ്ട്രെയിഞ്ചായ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. കാരണം ഈ ഒരു എഞ്ചിൻ വണ്ടിയുടെ സസ്പെൻഷൻ്റെ ഒരു ഭാഗം കൂടിയാണ്. പിന്നെ ഏറ്റവും സ്ട്രെയിഞ്ചായ കാര്യം, ഈ വണ്ടിക്ക് ഫ്ലൈ വീൽ ഇല്ല. കാരണം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ച് എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ്.
200 മില്ലിമീറ്റർ മാത്രമേ ഇതിൻ്റെ ക്ലച്ച് ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സും എഞ്ചിനൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് ഇതിന് ഫ്ലൈ വീലിൻ്റെ ആവശ്യമില്ലെന്നാണ് ഗോർഡൻ മൂർ പറഞ്ഞത്. അങ്ങനെ ഈ ഒരു വണ്ടിക്ക് ഫ്ലൈ വീലും ഇല്ല. അങ്ങനെ ഒരു വണ്ടിയുടെ ഏകദേശം പകുതിയോളം കാര്യങ്ങൾ അവർ പൂർത്തിയാക്കിയിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ പറയുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും, അതിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.